നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ഇറാൻ സംഘർഷം ബ്രിട്ടൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്ന് പ്രധാനമന്ത്രി. ഇറാനുമായുള്ള സംഘർഷം ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. ലണ്ടനിലെ ഒരു കമ്മ്യൂണിറ്റി സെന്ററിൽ സംസാരിച്ച അദ്ദേഹം ജനങ്ങളുടെ ആശങ്ക മനസ്സിലാക്കുന്നുവെന്നും റിസ്കുകൾ വിലയിരുത്തി അന്താരാഷ്ട്ര പങ്കാളികളുമായി ചർച്ച ചെയ്യുന്നുവെന്നും പറഞ്ഞു. ഇറാനിൽ നിന്നുള്ള സംഘർഷം നീണ്ടുനിൽക്കുന്നതനുസരിച്ച് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാനുള്ള സാധ്യത വർദ്ധിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങളുമായി സഹകരിച്ച് അപകട സാധ്യത വിലയിരുത്തുകയും അപകട സാധ്യത ലഘൂകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 2022 റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്നുണ്ടായ ഊർജ്ജ വിതരണത്തിലെ പ്രതിസന്ധിയേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് നിലവിൽ ബ്രിട്ടൻ എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാനുമായുള്ള യുദ്ധം പ്രാദേശികമായി ഊർജ്ജ വിതരണത്തിൽ തടസ്സങ്ങളുണ്ടാക്കുമെന്ന ഭയം കാരണം ആഗോള എണ്ണവില സമീപ ദിവസങ്ങളിൽ കുതിച്ചുയർന്നു. G7 രാജ്യങ്ങൾ വിഷയത്തിൽ അടിയന്തര യോഗം ചേർന്നു. ഇറാൻ പ്രത്യാക്രമണങ്ങൾക്ക് ഒരുങ്ങുന്നതിനിടെ പ്രതിരോധ നടപടികൾക്കായി ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് അനുമതി നൽകിയെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. B-52 ബോംബറുകൾ ഉൾപ്പെടെയുള്ള US സൈനിക വിമാനങ്ങൾ ബ്രിട്ടീഷ് വ്യോമതാവളങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇറാനിയൻ മിസൈൽ സംവിധാനങ്ങൾ കണ്ടെത്താനും നശിപ്പിക്കാനും പ്രതിരോധ ആവശ്യങ്ങൾക്കു വേണ്ടി മാത്രം ഈ താവളങ്ങൾ ഉപയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതോടെ എണ്ണവില കുറയാൻ സാധ്യതയുണ്ട്. ഈ വിഷയങ്ങൾ ബ്രിട്ടീഷ് ജനതയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. വിന്റർ ബഗ് രണ്ടാം തരംഗം ബ്രിട്ടനിൽ. ബ്രിട്ടൻ ഇപ്പോൾ നോറോ വൈറസ് എന്നറിയപ്പെടുന്ന അതിവേഗം പടരുന്ന പനി രോഗത്തിന്റെ രണ്ടാം തരംഗത്തെ നേരിടുകയാണ്. ഈ ശൈത്യകാലത്ത് ആദ്യമായി ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം 1000-ലധികമായി ഉയർന്നു. കഴിഞ്ഞ ആഴ്ചയേക്കാൾ ഏകദേശം 9% വർധനവുണ്ടായിട്ടുണ്ട്. ജനുവരിയിൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും ഫെബ്രുവരി ആദ്യവാരം സ്ഥിതി മെച്ചപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും രോഗികളുടെ എണ്ണം കൂടുകയാണ്. രോഗം പടരാതിരിക്കാൻ കൈശുചിത്വം പാലിക്കാനും രോഗലക്ഷണങ്ങൾ ഉള്ളവർ വീടുകളിൽ തന്നെ കഴിയാനും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. അതേസമയം ലണ്ടനിലെ എൻഫീൽഡ് ഭാഗത്ത് മീസിൽസ് വൈറസ് കേസുകൾ വാക്സിൻ എടുക്കാത്ത കുട്ടികളിൽ അതിവേഗം പടരുന്നതായി കണ്ടെത്തിയിരുന്നു. ഇത് കോവിഡിനേക്കാൾ 4 മുതൽ 5 മടങ്ങ് വേഗത്തിൽ പടരുന്നതായാണ് റിപ്പോർട്ട്. എൻഫീൽഡിൽ വെറും 64.3% കുട്ടികൾക്ക് മാത്രമാണ് വാക്സിൻ നൽകിയിട്ടുള്ളത്. ഇത് മറ്റ് പ്രദേശങ്ങൾക്കും മുന്നറിയിപ്പാണ്. വാക്സിനേഷൻ നിരക്ക് വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ആരോഗ്യമേഖലയിലെ അസമത്വം പരിഹരിക്കേണ്ടതുണ്ടെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഈ 2 ആരോഗ്യ പ്രശ്നങ്ങളും ബ്രിട്ടന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പ്രസ്റ്റൺ മലയാളികളുടെ പ്രിയപ്പെട്ട ചാക്കോ മാഷ് അന്തരിച്ചു. പ്രസ്റ്റൺ മലയാളികൾക്കിടയിൽ ഏറെ പ്രിയങ്കരനായിരുന്ന ചാക്കോ മാഷ് എന്ന ചാക്കോച്ചൻ മാത്യു അന്തരിച്ചു. നാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. ലുക്യൂമിയ ബാധിച്ച് ചികിത്സയിലായിരുന്നുവെങ്കിലും സുഖം പ്രാപിച്ചു വരികയായിരുന്നു ചാക്കോച്ചൻ. നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് അണുബാധയുണ്ടായത്. പ്രസ്റ്റൺ മലയാളികൾക്കിടയിൽ വർഷങ്ങളായി സജീവമായിരുന്ന ആദ്യകാല മലയാളിയായിരുന്നു അദ്ദേഹം. അപ്രതീക്ഷിതമായുണ്ടായ ചാക്കോച്ചൻ്റെ വിയോഗം പ്രസ്റ്റണിലെ മലയാളി സമൂഹത്തെ അതീവ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചു. കണ്ണൂർ കൊട്ടിയൂർ നീണ്ടുനോക്കി മാളിയേക്കൽ പറമ്പിൽ കുടുംബാംഗമാണ് അന്തരിച്ച ചാക്കോച്ചൻ മാത്യു. അദ്ദേഹത്തിൻ്റെ വിയോഗം പ്രിയപ്പെട്ടവർക്കും സഹപ്രവർത്തകർക്കും തീരാ ദുഃഖമാണ് നൽകിയിരിക്കുന്നത്. സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിഷേധം. കുടിയേറ്റ നിയമങ്ങൾ വ്യക്തികളെ ദുരിതത്തിലാക്കുന്നു. ബ്രിട്ടനിൽ സ്ഥിര താമസത്തിന് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യതാ കാലയളവ് നീട്ടുന്നതുൾപ്പെടെയുള്ള പുതിയ നിയമപരിഷ്കാരങ്ങൾ ഈ ശരത്കാലത്തോടെ പ്രാബല്യത്തിൽ വരുമെന്ന് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് സ്ഥിരീകരിച്ചു. നിലവിൽ 5 വർഷം പൂർത്തിയാക്കിയാൽ അപേക്ഷിക്കാമെന്നിരിക്കെ ഈ കാലയളവ് 10 വർഷമായി വർദ്ധിപ്പിക്കാനാണ് സാധ്യത. 2022-നും 2024-നും ഇടയിൽ രാജ്യത്ത് പ്രവേശിച്ച് കുറഞ്ഞ വരുമാനമുള്ള തൊഴിലാളികൾക്കും അവരുടെ ആശ്രിതർക്കും ഇത് ബാധകമാവുമെന്നാണ്. ഇത് സമ്പാദിച്ചെടുക്കേണ്ടതാണെന്നും അല്ലാതെ സ്വയം ലഭിക്കുന്നതല്ല എന്നും പറഞ്ഞു. ഈ മാറ്റങ്ങൾ നിലവിൽ UK-യിൽ താമസിക്കുന്നതും ഇതുവരെ സ്ഥിരതാമസം നേടിയിട്ടില്ലാത്തതുമായ വ്യക്തികൾക്ക് ബാധകമായിരിക്കും. കുറ്റകൃത്യങ്ങളില്ലാത്ത ക്രിമിനൽ രേഖ, നികുതി അടച്ചതിൻ്റെ ചരിത്രം, ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം എന്നിവയും പുതിയ നിബന്ധനകളിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങിയ പൊതുസേവകരും രാജ്യത്തിന് സാമ്പത്തികമായി കൂടുതൽ സംഭാവന നൽകുന്നവരും 5 വർഷത്തിനുള്ളിൽ തന്നെ അപേക്ഷിക്കാൻ യോഗ്യത നേടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിനെതിരെ പാർട്ടിയിൽ തന്നെ ചില MP-മാർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അഭയം നിഷേധിക്കപ്പെട്ടവർക്ക് £40,000 ലേബർ പാർട്ടിയുടെ പദ്ധതി വിവാദത്തിൽ.
അഭയം നിഷേധിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ബ്രിട്ടൻ വിട്ടുപോകാൻ 40,000 പൗണ്ട് വരെ നൽകുന്ന ലേബർ പാർട്ടിയുടെ പുതിയ പദ്ധതി വിവാദത്തിൽ. ഇത് കൈക്കൂലിയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് പറയുന്നതനുസരിച്ച് ഇത് പലരുടെയും വാർഷിക വരുമാനത്തേക്കാൾ കൂടുതലാണ്. നിലവിൽ ഇത്തരം കുടുംബങ്ങളെ താമസിപ്പിക്കാൻ പ്രതിദിനം ശരാശരി 1,58,000 പൗണ്ട് ചെലവഴിക്കുന്നതിനേക്കാൾ ലാഭകരമാണ് ഇതെന്നാണ് സർക്കാർ വാദം. സ്വമേധയാ രാജ്യം വിടാൻ തയ്യാറാകുന്ന കുടുംബങ്ങൾക്ക് ഓരോ വ്യക്തിക്കും 10,000 പൗണ്ട് വരെയാണ് നൽകുന്നത്. ഇത് 150 കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്ന രാജ്യങ്ങളിലേക്ക് മടങ്ങുന്നവർക്ക് മാത്രമാണ് ഈ പദ്ധതി ബാധകമാകുക. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് കാർഡുകൾ വഴിയായിരിക്കും പണം കൈമാറുക. നിലവിലുള്ള 3,000 പൗണ്ടിൻ്റെ ആനുകൂല്യത്തേക്കാൾ ഇത് വളരെ കൂടുതലാണ്. ഈ പദ്ധതി വിജയകരമായാൽ കൂടുതൽ കുടുംബങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട്. ലേബർ പാർട്ടി മുൻ സർക്കാർ അവതരിപ്പിച്ച റുവാണ്ട പദ്ധതി റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഈ പുതിയ തീരുമാനം. കറുത്ത വർഗ്ഗക്കാർക്ക് 48 മടങ്ങ് കൂടുതൽ പരിശോധന. ലണ്ടനിലെ ഏറ്റവും ധനികരായ പ്രദേശങ്ങളിൽ കറുത്ത വർഗ്ഗക്കാരെ പോലീസ് പരിശോധനകൾക്ക് വിധേയരാക്കുന്നത് വെള്ളക്കാരേക്കാൾ 48 മടങ്ങ് കൂടുതലാണെന്ന് പുതിയ പഠനം കണ്ടെത്തുന്നു. കിങ്സ് കോളേജ് ലണ്ടൻ നടത്തിയ ഈ പഠനം റിച്ച്മണ്ട് അപ്പോൺ ടൈംസ് പോലുള്ള ഉയർന്ന വരുമാനമുള്ള പ്രദേശങ്ങളിൽ പോലീസ് പറയുന്ന കാരണങ്ങൾ പലപ്പോഴും അവ്യക്തമാണെന്നും ചില സന്ദർഭങ്ങളിൽ സൂക്ഷ്മമായ നോട്ടം പോലുള്ള ലളിതമായ കാരണങ്ങൾ പോലും മതിയാകുന്നതായും വെളിപ്പെടുത്തുന്നു. ലണ്ടനിലെ മൊത്തം പോലീസ് പരിശോധനകളിൽ 3.7 മടങ്ങ് കൂടുതൽ കറുത്ത വർഗ്ഗക്കാരെയാണ് ഉൾപ്പെടുത്തുന്നത്. ഇതിൽ വലിയൊരു ശതമാനം ആളുകൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും തെറ്റായി സംശയിക്കപ്പെട്ടവരാണെന്നും റിപ്പോർട്ട് പറയുന്നു. ദുൾവിച്ച് വില്ലേജ്, ഹാംസ്റ്റഡ് ടൗൺ തുടങ്ങിയ പ്രദേശങ്ങളിലും സമാനമായ അവസ്ഥയാണ്. ഈ കണ്ടെത്തലുകൾ പോലീസ് സംവിധാനത്തിലുള്ള വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതായും ഇത് പരിഹരിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നും ലണ്ടൻ മേയർ സാദിഖ് ഖാൻ ആവശ്യപ്പെട്ടു. സോഷ്യൽ മീഡിയ 16 വയസ്സിൽ താഴെയുള്ളവർക്ക് നിരോധനം വേണ്ടെന്ന് എംപിമാർ. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിക്കണമെന്ന ഓസ്ട്രേലിയൻ മാതൃകയിലുള്ള ആവശ്യം ബ്രിട്ടീഷ് എംപിമാർ തള്ളി. പകരം മന്ത്രിമാർക്ക് കൂടുതൽ വിപുലമായ അധികാരങ്ങൾ നൽകുന്ന ബിൽ പരിഷ്കാരങ്ങൾക്ക് അംഗീകാരം നൽകി. ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ കുട്ടികൾക്ക് ഹാനികരമാണെന്നും ഇത് സംബന്ധിച്ച് കടുത്ത നടപടികൾ വേണമെന്നും പലരും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തരം നിരോധനം കുട്ടികളെ നിയന്ത്രണങ്ങളില്ലാത്ത ഇന്റർനെറ്റ് ലോകത്തേക്ക് നയിക്കുമെന്ന ആശങ്കയും ചിലർ ഉയർത്തി. ഇതിനെ തുടർന്ന് സർക്കാർ പുതിയ നിയമങ്ങൾ രൂപീകരിക്കുന്നതിനായി ഈ വിഷയത്തിൽ കൂടിയാലോചന നടത്തുമെന്ന് അറിയിച്ചു. കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മന്ത്രിമാർക്ക് പ്രായപരിധി നിശ്ചയിക്കാനും വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഉപയോഗം നിയന്ത്രിക്കാനും ഡിജിറ്റൽ സമ്മതത്തിന്റെ പ്രായം മാറ്റാനും അധികാരം നൽകുന്ന ബില്ലാണ് എംപിമാർ അംഗീകരിച്ചത്. ഭാവി ജോലികൾക്കായി പുതിയ V-ലെവൽ കോഴ്സുകൾ. വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ. ഭാവിയിലെ തൊഴിൽ സാധ്യതകൾ മുന്നിൽ കണ്ട് പുതിയ V-ലെവൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു. 2027 മുതൽ ലഭ്യമാകുന്ന ഈ പുതിയ കോഴ്സുകൾ വിദ്യാഭ്യാസം, ഫിനാൻസ്, ഡിജിറ്റൽ മേഖലകളെ കേന്ദ്രീകരിക്കുന്നു. ഇത് പോസ്റ്റ് 16 വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത നിലവാരമുള്ളതും എന്നാൽ താഴ്ന്ന നിലവാരമുള്ളതുമായ വിദ്യാർത്ഥികൾക്ക് കൂടി പ്രയോജനപ്പെടുന്നതുമായ പരിഷ്കാരങ്ങളുടെ ഭാഗമാണ്. പ്രധാനമന്ത്രിയുടെ ലക്ഷ്യമായി 25 വയസ്സുള്ളപ്പോഴേക്കും 2/3 ഭാഗം യുവജനങ്ങളെ ഉയർന്ന പരിശീലനം, ഡിഗ്രി അല്ലെങ്കിൽ നല്ല തൊഴിലിലേക്ക് എത്തിക്കുക എന്നതിന് ഊന്നൽ നൽകുന്നു. ഈ V-ലെവൽ കോഴ്സുകൾ യഥാർത്ഥ ജോലികൾക്കും തൊഴിൽ ദാതാക്കൾക്ക് ആവശ്യമായ കഴിവുകൾക്കും അനുസരിച്ചായിരിക്കും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. A-T ലെവലുകൾക്ക് പുറമെയാണ് V-ലെവലുകൾ വരുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ അവസരം നൽകുന്നു. 2028 മുതൽ ബിസിനസ്, ആരോഗ്യം, എഞ്ചിനീയറിംഗ്, നിയമം തുടങ്ങിയ നിരവധി പുതിയ വിഷയങ്ങൾ V-ലെവലിൽ ലഭ്യമാകും. കൂടാതെ GCSE നിലവാരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ തൊഴിൽ പരിശീലന കോഴ്സുകളും അവതരിപ്പിക്കുന്നു. ഈ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. X പ്ലാറ്റ്ഫോമിൽ വ്യാജ അക്കൗണ്ടുകൾ. 1 വർഷത്തിനിടെ 80 കോടി അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്തു. X പ്ലാറ്റ്ഫോമിൽ വ്യാജ അക്കൗണ്ടുകളും പ്രചാരണങ്ങൾ വഴി സ്വാധീനം ചെലുത്താനുള്ള ശ്രമങ്ങളും വർദ്ധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 1 വർഷത്തിനിടെ ഏകദേശം 80 കോടി അക്കൗണ്ടുകൾ കമ്പനി നിരോധിച്ചതായി അറിയിച്ചു. 2024 പ്ലാറ്റ്ഫോമിൻ്റെ നിയമങ്ങൾ ലംഘിച്ചതിനാലാണ് ഈ നടപടി. ലോകമെമ്പാടുമായി ഏകദേശം 30 കോടി പ്രതിമാസ സജീവ ഉപയോക്താക്കളുള്ള Xൽ വ്യാജ അക്കൗണ്ടുകൾ വഴി സ്വാധീനം ചെലുത്താൻ ദിനംപ്രതി ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് കമ്പനി വ്യക്തമാക്കി. പാർലമെന്ററി കമ്മിറ്റിയോട് സംസാരിക്കവെയാണ് കമ്പനിയുടെ പ്രതിനിധി ഈ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റ് രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്ന വ്യാജ പ്രചാരണങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ടെന്നും പ്രത്യേകിച്ച് റഷ്യ, ഇറാൻ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2024 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ റഷ്യ ശ്രമിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു.
ഇലോൺ മസ്ക് ട്വിറ്റർ ഏറ്റെടുത്തതിന് ശേഷം ഉള്ളടക്ക നിയന്ത്രണങ്ങളിൽ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. യുകെയിലും ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സമീപകാലത്ത് സൗത്ത് പോർട്ട് നഗരത്തിൽ നടന്ന ആക്രമണത്തിന് പിന്നാലെ എക്സ് വഴി വ്യാജ വിവരങ്ങളും പ്രകോപനപരമായ അഭ്യൂഹങ്ങളും വ്യാപകമായി പ്രചരിച്ചത് രാജ്യത്ത് വലിയ സംഘർഷങ്ങൾക്ക് കാരണമായിരുന്നു. വ്യാജ അക്കൗണ്ടുകളും സ്പാം ഉള്ളടക്കവും തടയുന്നതിനുള്ള നടപടികൾ തുടരുമെന്ന് കമ്പനി അറിയിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.